ഹായ്. പുട്ടും കടലയും റെസിപ്പിയെ പറയണം കേട്ടോ. ഈ പുട്ട് സാധാരണ നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് വയറിങ്ങോട്ട് പെട്ടെന്ന് പുട്ടും കടലയൊക്കെ കഴിച്ചാൽ നമുക്ക് വയറ് അങ്ങനെ നല്ല ഒരു 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 ബുദ്ധിമുട്ടായിട്ട് തോന്നും. കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് സോളിഡായിരിക്കും വയറ്. ചിലവർക്കൊക്കെ കേട്ടോ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക്, അപ്പോൾ അവർക്ക് നന്നായി കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ടും കടലയും റെസിപ്പി. അതായത് പുട്ടിന് അരി നമ്മൾ നനയ്ക്കുമ്പോൾ അതിൽ കുറച്ച് നമ്മുടെ സാദാ ജീരകം, ചെറിയ ജീരകം ഇല്ലേ, അതൊന്ന് പൊടിച്ച് ചേർക്കുക. എന്നിട്ട് പൊടിച്ച് ചേർത്തിട്ട് അത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾ കൂടി കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ അരിയുടെ ആ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ക്യാരറ്റോ ബീറ്റ്റൂട്ടോ ഏതായാലും, ഇത് ഞാൻ ക്യാരറ്റായിട്ടുണ്ട്, തേങ്ങ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് ഇടുക. ദെൻ ഈ ജീരകപ്പൊടി കൂട്ടി മിക്സ് ചെയ്ത്, സാദാ ജീരകം കേട്ടോ, വറുത്തിട്ടൊന്നല്ല, അത് കൂട്ടി മിക്സ് ചെയ്ത് ആ പുട്ടുപൊടി ഇടുക. ദെൻ വീണ്ടും ഈ വെജിറ്റബിൾ ഇടുക, ദെൻ തേങ്ങ ഇടുക. അങ്ങനെ ഉണ്ടാക്കുക പുട്ട്. അപ്പോൾ നമുക്ക് ഈ പുട്ട് കഴിച്ചാൽ ഉണ്ടാവുന്ന ഹെവിനെസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ കടല വേവിക്കുമ്പോൾ തന്നെ നമ്മൾ പെരിഞ്ജീരകം കൂടെ ഇട്ട് വേവിക്കുക. എന്നിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ സോട്ട് ചെയ്ത് ഗരം മസാലപ്പൊടി ലാസ്റ്റ് ഇടുക എന്നുള്ളത്, കുറച്ച് പൊടി. എന്നിട്ട് തേങ്ങ ചേർക്കാത്ത കടലക്കറിയാണത് കേട്ടോ. ലാസ്റ്റ് വാങ്ങുമ്പോൾ കുറച്ച് കൊത്തമല്ലി ഇലയും കുറച്ച് ബട്ടറും ഇടുക. അപ്പോൾ നല്ല ടേസ്റ്റി പുട്ടും കടലയാവും ചെയ്യും. നമുക്ക് വയറിന് വലിയ ഹെവിനെസ് ഉണ്ടാവില്ല. ഓക്കേ.